MLA-ക്ക് ഇതിനൊക്കെ മറ്റു ചില കുൽസിത പ്രവർത്തികൾക്കാണ് MLA-ക്ക് ആഗ്രഹം. മാനക്കേട് ഉണ്ടാക്കത്തൊരു MLA വോട്ട് ചെയ്തിട്ട് വിഷമിച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉള്ള ആളുകൾ പാലക്കാട് ജില്ലക്കാർ തന്നെയായിരിക്കും. 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? ഇല്ല, തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് ഉറപ്പായിട്ടും 3-ാം തവണയും വരും. എക്സിറ്റ് പോൾ വന്നിരിക്കുന്നത് എക്സിറ്റ് പോൾ ഇപ്പൊ പാലക്കാട് ഭാഷയിൽ പറഞ്ഞ നമ്പാൻ കൊള്ളില്ല. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ ഗവൺമെന്റ് ഉറപ്പായിട്ടും വന്നിരിക്കും. അതിന് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുന്നു. സഖാവിന്റെ ഭരണത്തിന് വേണ്ടി ഇനിയും മെച്ചപ്പെട്ട ഭരണം ഉണ്ടാവാൻ, ഇതുവരെ മെച്ചപ്പെട്ടതാണ്, ഇനിയും മെച്ചപ്പെട്ട ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സാധാരണപ്പെട്ട ആളുകൾ കാത്തിരിക്കുന്നു. പാലക്കാട് റസാക്കണം തൂക്കും. പിഷാരടിക്ക് എന്ന് പറഞ്ഞ പിഷാരടി ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ ഇവിടെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല അയാൾക്ക്. അത് നമ്മൾ കുറ്റം പറയല്ല. റസാക്കണം എന്ന് പറഞ്ഞ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ മൂപ്പരുടെ കയ്യിൽ ഈ കാര്യങ്ങൾ പാലക്കാട് നേരത്തെ സംഭവങ്ങൾ ചോദിച്ച് അറിയുകയാണെങ്കിൽ കഴിഞ്ഞ MLA-നെ കുറിച്ചിട്ടൊക്കെ അറിയാലോ. അപ്പൊ മാനക്കേട് ഉണ്ടാക്കാത്തൊരു MLA വേണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ആഗ്രഹം. പാലക്കാട് മുരടിച്ചുപോയി. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ BJP ഭരണം, MLA സ്ഥാനത്താണെങ്കിൽ ആരുമില്ല. ഒരു അനാഥകളെ പോലെയായി. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇത്രത്തോളം വിഷമം അനുഭവിക്കണ ഒരു ജില്ല ഉണ്ടെങ്കിൽ പാലക്കാടായിരിക്കും. ഇപ്പൊ മറ്റ് ജില്ലക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ MLA-ക്ക് അതിനൊന്നും സമയമില്ല. MLA-ക്ക് ഇതിനൊക്കെ മറ്റു ചില കുൽസിത പ്രവർത്തികൾക്കാണ് MLA-ക്ക് ആഗ്രഹം. അതുകൊണ്ട് എന്തായി, MLA ഷാഫിയുടെ നേതൃത്വം ഒരു താല്പര്യം കൊണ്ടായിരിക്കും പിഷാരടിനെ കൊണ്ടുവരുന്നുണ്ടാവുക. പക്ഷെ പിഷാരടി നല്ല ആർട്ടിസ്റ്റാണ്, നല്ല അഭിനയിക്കാനും നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരിക്കലും അയാൾക്ക് പാലക്കാടിനെ ഭരിക്കാനോ പാലക്കാടിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനോ ഉള്ള കെൽപ്പ് അയാൾക്കില്ല.